എർലിംഗ് ഹാലൻഡ് എന്തൊരു മനുഷ്യനാണ് ഇയാൾ. ആദ്യ പകുതിയിൽ ഗബ്രിയൽ മഗല്ലസ് എന്ന കരുത്തനായ പ്രതിരോധ പടന്റെ മുമ്പിൽ എർലിംഗ് ഹാലൻഡ് പൂർണ്ണമായും നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. എതിരാളികളുടെ പ്രതിരോധ കോട്ട കാക്കുന്ന ഗബ്രിയൽ ഹാലൻഡിനെ ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ വരിഞ്ഞു മുറുക്കി. ആദ്യ പകുതിയിൽ വെറും 10 തവണ മാത്രമാണ് ഹാലൻഡിന് പന്തിൽ തൊടാൻ പോലും സാധിച്ചത്. ഗബ്രിയലിന്റെ കൃത്യതയാർന്ന ടാക്ലിങ്ങുകളും മാർക്കിങ്ങും ആ ഗോൾ മെഷീനെ പൂർണ്ണമായും നിശ്ചലമാക്കി എന്ന് തന്നെ പറയാം. തങ്ങളുടെ ഏറ്റവും മികച്ച സ്ട്രൈക്കർക്ക് അനങ്ങാൻ പോലും സാധിക്കാതെ വന്നതോടെ ആദ്യ പകുതി ഗബ്രിയലിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിൻ്റെതായി മാറി. എന്നാൽ രണ്ടാം പകുതിയിൽ കളിയുടെ ഗതി തന്നെ മാറി മറഞ്ഞു. ഉറങ്ങിക്കിടന്ന സിംഹം ഉണർന്നതുപോലെയായിരുന്നു ഹാലൻഡിന്റെ ഗംഭീരമായ തിരിച്ചുവരവ്. ആദ്യ പകുതിയിലെ നിരാശക്ക് പകരം വീട്ടാൻ ഉറച്ചാണ് അവൻ കളത്തിലിറങ്ങിയത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ തുടർച്ചയായി 2 ഗോളുകൾ വലയിലാക്കി ആധുനിക ഫുട്ബോളിലെ ആ ഭീമൻ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. ആദ്യ പകുതിയിൽ ഹാലൻഡിനെ തളച്ച ഗബ്രിയലിന്റെ പ്രതിരോധം ഈ ഗോളുകളുടെ കുത്തൊഴുക്കിൽ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. ഫുട്ബോളിലെ വമ്പന്മാർക്ക് പോലും ഹാലൻഡിന്റെ ഈ സംഹാര താണ്ഡവത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. ഗബ്രിയലിന്റെ ഡിഫൻസിനെ അക്ഷരാർത്ഥത്തിൽ അവൻ തച്ച് തകർക്കുകയായിരുന്നു. ഹാലൻഡ് നേടിയ ആ 2 ഗോളുകളിൽ ആദ്യത്തെ ഹെഡർ ഗോൾ ഫുട്ബോൾ ആരാധകരെ കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. ഒരു യഥാർത്ഥ ബീസ്റ്റ് എന്താണെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സുവർണ നിമിഷം. പന്ത് വായുവിൽ ഉയർന്നു വന്നപ്പോൾ ഗബ്രിയലിനെയും മറ്റ് ഡിഫൻഡർമാരെയും കാഴ്ചക്കാരാക്കി അവൻ വായുവിലേക്ക് ഉയർന്നു ചാടി. പന്തിന്റെ ഗതി കൃത്യമായി മനസ്സിലാക്കി അവിശ്വസനീയമായ ടൈമിങ്ങിൽ തന്റെ മുഴുവൻ ശാരീരിക കരുത്തും ഉപയോഗിച്ച് അവൻ തൊടുത്തുവിട്ട ആ ബുള്ളറ്റ് ഹെഡർ തടയാൻ ലോകത്തിലെ ഒരു ഗോൾ കീപ്പർക്കും സാധിക്കുമായിരുന്നില്ല. എതിർ താരങ്ങളുടെ തലക്ക് മുകളിലൂടെ പരുന്തിനെ പോലെ പറന്നുയർന്നാണ് അവൻ ആ പന്ത് വലയിലെത്തിച്ചത്. തുടക്കത്തിൽ എത്രത്തോളം പിന്നിലായാലും ഒരൊറ്റ നിമിഷം മതി തനിക്ക് കളിയുടെ ഗതി മാറ്റാനെന്ന് ഹാലൻഡ് ഈ പ്രകടനത്തിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഗബ്രിയലിന്റെ തുടക്കത്തിൽ ആധിപത്യം ഹാലൻഡ് എന്ന കൊടുങ്കാറ്റിന് മുമ്പിൽ അവസാന പകുതിയിൽ വെറുമൊരു ഓർമ്മ മാത്രമായി. തീർത്തും അസാധ്യമാണെന്ന് തോന്നിച്ച ഒരിടത്തു നിന്ന് ഹാലൻഡിന്റെ തിരിച്ചുവരവ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മുഹൂർത്തങ്ങളിലൊന്നാണ്. കഴിഞ്ഞ മത്സരത്തിന് ശേഷമുള്ള എർലിംഗ് ഹാലൻഡിന്റെ വാക്കുകൾ ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കളിക്കളത്തിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ പ്രകടനത്തിനോടൊപ്പം തന്നെ ആത്മവിശ്വാസവും എളിമയും നിറഞ്ഞ ആ പ്രതികരണങ്ങളും ആരാധകരുടെ മനം കവർന്നു. ഈ ടൂർണമെന്റിൽ താൻ പലതവണ മികച്ച ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നും എന്നാൽ ഓരോ തവണ പുതിയൊരു കൊടുമുടി ഞാൻ കീഴടക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സ്വന്തം കഴിവിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു താരത്തിന് മാത്രം പറയാൻ കഴിയുന്ന വാക്കുകളാണിവ. തുടർച്ചയായി തന്റെ തന്നെ പരിമിതികളെ മറികടക്കാനും ഓരോ മത്സരത്തിലും കൂടുതൽ മികച്ചവനാകാനുമുള്ള ഹാലൻഡിന്റെ അദമ്യമായ ആഗ്രഹവും നിശ്ചയദാർഢ്യവുമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. മുന്നേറ്റ നിരയിൽ ലഭിക്കുന്ന 1-2 അവസരങ്ങൾ പോലും താൻ സാധാരണയായി ഗോളാക്കി മാറ്റാറുണ്ടെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു ഗോളടി യന്ത്രമെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ മികവിനെ അടിവരയിടുന്നു. താൻ എങ്ങനെയാണ് ഇത് കൃത്യമായി ചെയ്യുന്നതെന്ന് വിശദീകരിക്കാൻ കഴിയില്ലെന്നും ഇത് തന്റെ ജന്മസിദ്ധമായ ശൈലിയാണെന്നുമുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ മികവിനെയാണ് കാണിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടും യാതൊരുവിധ അഹങ്കാരവുമില്ലാതെ തന്റെ കഴിവുകളെ തികച്ചും സ്വാഭാവികമായ ഒന്നായി നോക്കിക്കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വലിയ പരിശ്രമങ്ങൾക്കപ്പുറം ഗോളടിക്കാനുള്ള ആ അസാമാന്യ മികവ് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസരം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയുകയും ചെയ്യുന്നതാണ് തന്റെ വിജയരഹസ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ കിട്ടുന്ന അർദ്ധവസരങ്ങൾ പോലും വലയിലെത്തിക്കുന്ന ഒരു യഥാർത്ഥ ഹംബിൾ കിങ് ആണ് അയാള്.